കോക്രോച്ച് ജനതാ പാർട്ടി CJP അതിൻ്റെ വലിയ രീതിയിലുള്ള ട്രെൻഡ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം മറ്റ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെയും ഒക്കെ കുറവുകൾ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ആക്ഷേപഹാസ്യത്തിലൂടെ സട്ടയറായി കാര്യങ്ങൾ വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പുതിയ കൂട്ടായ്മയാണ്. അപ്പോൾ അത് ഉണ്ടാകുന്നത് തന്നെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള അനാവശ്യമായൊരു കമൻറ്റിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കോക്രോച്ചുകളോട് സാമ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചില പരാമർശങ്ങൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധമായി ഈ കൂട്ടായ്മ ശക്തിപ്പെടുന്നത്. പക്ഷേ ഈ കൂട്ടായ്മയ്ക്ക് CJPക്ക് ഇൻസ്റ്റഗ്രാമിൽ BJPയേക്കാൾ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു, വലിയ രീതിയിൽ അതൊരു ട്രെൻഡായി മാറുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ട് ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോക്രോച്ചിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചു BJP സർക്കാർ. പറയുന്നത് ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ്, രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ് എന്നാണ്. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മയ്ക്ക് എന്താ രാജ്യത്ത് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോക്രോച്ച് അക്കൗണ്ട് പൂട്ടിയ ഒരു സാഹചര്യത്തിൽ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് പൂട്ടാൻ പറയുന്ന കാരണം രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നുള്ള ഒരു സന്ദേശം അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BJP സർക്കാർ എല്ലാ രീതിയിലും കർഷകരോട്, വിദ്യാർത്ഥികളോട്, തെരുവിൽ ഒക്കെയും സമരങ്ങളോടൊക്കെ കാട്ടിയിരുന്ന അതേ അസഹിഷ്ണുതയുടെ ഭാവം ഈ കൂട്ടായ്മയ്ക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ കാതലായി അടിവരയിടേണ്ടത്. എന്താണ് CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടിയ വിവരം, പിന്നീട് അവർ അത് പുതിയ അക്കൗണ്ട് വഴി തുറന്ന വിവരം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഞങ്ങളുടെ പ്രതിനിധി ഫെമിനയുണ്ട്. ഫെമിന, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരംഗമായ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ് ഈ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഈ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരെല്ലാം കോക്രോച്ചുകളാണ്, പാർട്ടികളാണ് എന്നൊരു പ്രസ്താവന ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്തരത്തിൽ ഈ തൊഴിലില്ലാത്തവർ മാധ്യമ പ്രവർത്തകരായും ആക്ടിവിസ്റ്റുകളായിട്ടും സിസ്റ്റത്തെ നശിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കോക്രോച്ച് എന്ന, അതായത് രാജ്യത്ത് തൊഴിലില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം തൊഴിലില്ലാത്തവരായിട്ട് മാറിയ രാജ്യത്തെ യുവത്വത്തെയാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത്. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിൽ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. വലിയ തരത്തിലുള്ള പിന്തുണയാണ് ഈ കൂട്ടായ്മയ്ക്ക് ലഭിച്ചത്. വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമുണ്ടായി. ഇൻസ്റ്റഗ്രാമിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ചു. വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിന് ഈ CJP തുടക്കം കുറിച്ചിരുന്നു. അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ എക്സിലും എല്ലാം ഇത്തരത്തിൽ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ സർക്കാരിനെതിരെ, BJP സർക്കാരിന്റെ പല നയങ്ങൾക്കും അതുപോലെ തന്നെ നടപടികൾക്കും നിലപാടുകൾക്കും എതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എക്സ് അക്കൗണ്ട് ഈ CJP പാർട്ടിയുടെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ഇപ്പോൾ കേന്ദ്രം വിലക്കിയിരിക്കുന്നത്. അക്കൗണ്ട് പൂട്ടി എന്നുള്ള കാര്യം അറിയിച്ചത് ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ആണ്. അഭിജിത്ത് ദീപ്തിയാണ്. ബോസ്റ്റൺ സർവകലാശാലയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയാണ് ഈ അഭിജിത്ത് ദീപ്തി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ BJP സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതായത് നമുക്കറിയാം രാജ്യത്തെ മാധ്യമ പ്രവർത്തകരെല്ലാം, മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെല്ലാം കേന്ദ്ര സർക്കാരിന് ഒരു ഓശാന പാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളാണ് വിദേശത്ത്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയിൽ വിദേശയാത്രയ്ക്കിടെ ഒരു നോർവേ മാധ്യമ പ്രവർത്തകർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ പോയൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനെതിരെ അത്തരമൊരു ചോദ്യം ചോദിച്ച രാജ്യത്ത് എന്തുകൊണ്ട് മാധ്യമ സ്വതന്ത്രം കുറയുന്നു എന്ന തരത്തിലുള്ളൊരു ചോദ്യം ഉന്നയിച്ച് നോർവേ മാധ്യമ പ്രവർത്തകരോട് മുഖം തിരിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത്. എന്നാൽ ഈ മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിൽ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെല്ലാം ഗവൺമെന്റിന് തുണിപാടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ
രാജ്യത്തെ യുവത്വം, നമ്മൾ ജെൻസി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന യുവത്വം ഇത്തരത്തിൽ ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നയിക്കുന്നതും. എന്നാൽ ഈ വിമർശനങ്ങളിൽ അസ്വസ്ഥരാകുന്ന, അസഹിഷ്ണുത ആകുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ CJP പാർട്ടിയെ വിലക്കിയിരിക്കുന്നത്. എക്സ് അക്കൗണ്ടാണ് ഇപ്പോൾ മരവിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്യാനായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നതാണ് ഈ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്തെ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനമാണ് ഇത്തരത്തിൽ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ആക്ഷേപഹാസ്യത്തിലൂടെ മറുപടി നൽകുന്ന, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിലൂടെ അതിന് പ്രതികരിക്കുന്ന ഒരു പുതിയ ഒരു രീതിക്ക് ഇത്തരത്തിൽ അതിന് മരവിപ്പിക്കുന്ന നയത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. തീർച്ചയായും ഞാൻ ഫെമിന തിരിച്ചെത്താം. ഇപ്പോൾ കെ രാജേന്ദ്രൻ ഇതിൻ്റെ കൂടുതൽ വിലയിരുത്തലുകളുമായി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. കെ രാജേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൽ തെളിയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് മോദി സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ അസഹിഷ്ണുത രൂപം കൊള്ളുന്നത്. രണ്ട്, മോദി സർക്കാരിൻ്റെയും രാജ്യത്ത് അതിനെതിരായി വളർന്നു വരികയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ CJPക്ക് ലഭിക്കുന്ന കൂടുതൽ ഫോളോവേഴ്സ്. ഇങ്ങനെ രണ്ട് വശങ്ങൾ അതിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളിതിനെ ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലുമുള്ള ചില സംഭവവികാസങ്ങളുമായി കൂട്ടിച്ചേർക്കണം. എങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മയെ, സമൂഹ മാധ്യമ കൂട്ടായ്മയെ ഇത്ര കണ്ട് മോദി സർക്കാരും BJPയും ഭയക്കുന്നതെന്ന് വ്യക്തമാവും. സത്യം വർമ്മ എന്നൊരു മാധ്യമപ്രവർത്തകനാണ്. സത്യം വർമ്മ ഉത്തർപ്രദേശിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ലക്നൗ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ മാധ്യമപ്രവർത്തകനെ UP പോലീസ് ഏതാണ്ട് ഒരു മാസം മുമ്പ് അറസ്റ്റ് ചെയ്തു. ഇതേവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. കാരണം ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. ആ മാധ്യമപ്രവർത്തകൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ? ലക്നൗ കേന്ദ്രീകരിച്ച് നടന്ന തൊഴിലാളി പ്രക്ഷോഭം, ആ തൊഴിലാളി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ സജീവമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ ഏറെ ആകർഷണീയമായിരുന്നു. അത് ഈ തൊഴിലാളികൾക്കെത്തി, അത് വലിയ ചർച്ചാ വിഷയമായി. അത് സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ. കാരണം ഉത്തരേന്ത്യയിലൊന്നും അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരം സമരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. അവരത് മറച്ചു വയ്ക്കും. അതിനെതിരെയാണ് സമരം ചെയ്തിരുന്നത്. അതിനെതിരെയാണ് അവരൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നത്. ആ സമയത്ത് സത്യം വർമ്മ ഈ തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വാർത്തകൾ എഴുതി. അയാൾ ഇപ്പോഴും അദ്ദേഹത്തെ കോടതി ഹാജരാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം ഹാബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ DUJ, ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ്, ഡൽഹി പ്രസ് ക്ലബ് ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ്. എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തൊഴിലാളി പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്തതിന് ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിമർശനങ്ങളെ ഈ സർക്കാർ കാണുന്നതെന്ന് വ്യക്തമാവും. നേരത്തെ നമ്മുടെ ഡൽഹിയിലെ റിപ്പോർട്ടർ ഫെമിന സൂചിപ്പിച്ചതുപോലെ നോർവേയിലെത്തിയപ്പോൾ ഒന്ന് ആലോചിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും കാലമായി ഇന്ത്യക്കകത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. അദ്ദേഹം ഒരു അമേരിക്കൻ സന്ദർശനം നടത്തിയ ഘട്ടത്തിൽ ഈ ചോദ്യങ്ങളെ നേരിടാൻ തയ്യാറാവേണ്ടി വന്നു. അന്ന് ഒരേ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കാൻ അവസരം ലഭിച്ചത്. അന്ന് അമേരിക്കയിലെ ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടകളെക്കുറിച്ചാണ്. അതോടുകൂടി അത് അവസാനിപ്പിച്ചു. നോർവേയിൽ പോയപ്പോൾ നോർവേയിൽ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാവാത്തത്? മോദി എന്ന് ഏതാണ്ട് ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം ഏതാണ്ട് ഓടുന്നത് പോലെയായിരുന്നു. വല്ലാതെ അസ്വസ്ഥനായി ആ ചോദ്യങ്ങൾ ഒഴിവാക്കുകയായിരുന്നു. ലോകത്തെവിടെയുമില്ല ഈ ഇത്രയും കാലം ഒരു പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിൻ്റെ ഭരണം നയിക്കുന്ന തലവൻ മാധ്യമങ്ങളെ വാർത്താസമ്മേളനം നടത്തി ചോദ്യങ്ങൾ നേരിടാത്ത ഒരു അനുഭവം എവിടെയുമില്ല. എന്നാൽ ഇന്ത്യയിൽ അത്തരം ഒരു സംഭവം ഉണ്ടാകുന്നു. ആകെ മോദി ചെയ്യുന്നത് ചില PR വർക്കിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്ത ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാറുണ്ട്. അതുതന്നെ ചോദ്യങ്ങൾ മുൻകൂട്ടി എഴുതി കൊടുക്കണം. ചോദ്യങ്ങൾ മുൻകൂട്ടി എഴുതി കൊടുത്ത് അത് മോദിക്ക് കൂടി ബോധ്യമായി കഴിഞ്ഞാൽ അത്തരം ചോദ്യങ്ങൾ ഒരു നാടകമെന്ന രീതിയിൽ, നാടകത്തെ പോലെയാണ്. വളരെ നമുക്ക് തോന്നും ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ചോദിക്കുന്നതാണെന്ന്. എന്നാൽ ചോദ്യങ്ങളെല്ലാം മോദിയുടെ PR മീഡിയ തന്നെ തയ്യാറാക്കി കൊടുത്ത് വളരെ നാടകീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇത്തരമൊരു സംവിധാനം രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ ബദൽ മാർഗ്ഗങ്ങൾ തേടുകയാണ്. ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നടത്തിയ ചില പരാമർശങ്ങളാണ്. പക്ഷേ
അതിനെ കൂടി ഒരു പ്രതിരോധത്തിനുള്ള അവസരമായി ഇന്ത്യയിലെ യുവജനങ്ങൾ മാറ്റുകയാണ്. പ്രതികരിക്കാനുള്ള ഒരു അവസരമായി ഇവർ മാറ്റുന്നു. ഇതിനെ അങ്ങേയറ്റം ഭയക്കുന്നു. ഇതിനെ ഭയക്കാനുള്ളൊരു കാരണം രാജ്യത്തുണ്ടായ സമീപകാലത്തുണ്ടായ ചില വ്യത്യസ്തമായ പോരാട്ടങ്ങളാണ്. ഉദാഹരണത്തിന് ധ്രുവ് റാവഡിയുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും തിരിച്ചടിയായത്. ഈ അയോധ്യ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ധ്രുവ് റാവഡിയുടെ അദ്ദേഹത്തിൻ്റെ ചില വസ്തുതാപരമായ റിപ്പോർട്ടുകളായിരുന്നു. റിപ്പോർട്ടിംഗ് ശൈലിയായിരുന്നു. റിപ്പോർട്ടിംഗ് മാത്രമല്ല, ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ധ്രുവ് റാവഡിയുടെ റിപ്പോർട്ടുകൾ, ഹിന്ദിയിലുള്ള റിപ്പോർട്ട് ഉത്തർപ്രദേശിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ എത്തുന്നു. ഇതിനെ ഭയക്കുന്നു. അതിനേക്കാൾ തീവ്രമായ രീതിയിലാണ് ഈ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം. അതാണ് അതിനെ ഭയക്കുന്നു, ഇത്തരം മുന്നേറ്റങ്ങളൊക്കെ ഭയക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ അക്കൗണ്ട് തന്നെ പൂട്ടിക്കുന്നത്. തീർച്ചയായും. കാരണം ലോകത്താകമാനമായി ഇപ്പോൾ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം, മുല്ലപ്പൂ വിപ്ലവം ഒക്കെ ഇത്തരത്തിൽ ഭരണകൂടങ്ങളുടെ തെറ്റായ സമീപനങ്ങൾക്കെതിരായി രൂപം കൊണ്ട കൂട്ടായ്മകളാണ്. അത് ഒരുപക്ഷെ BJP സർക്കാർ ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും. ഇതിലുള്ള ഒരു വശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ കെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് ഈ BJP സർക്കാരിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തെ എല്ലാം മറച്ചുപിടിച്ച്, മാധ്യമങ്ങളെ മറച്ചുപിടിച്ച്, മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ കടന്നു പോയാൽ എല്ലാം ശരിയാകും എന്ന തന്ത്രം, ഇലക്ഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരിക വിഷയങ്ങൾ ഇളക്കിവിട്ട് ഇതിനെയൊക്കെ മറയ്ക്കുന്ന ഒരു തന്ത്രം, അതിനി വിജയിക്കില്ല. അപ്പോൾ കർഷകരുടെ കാര്യത്തിലായാലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിലായാലും നേരത്തെ സൂചിപ്പിച്ച വിവിധ മാധ്യമപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതും ആയ കാര്യങ്ങളായാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തതായാലും ഇങ്ങനെ വിവിധ വശങ്ങളിലൂടെ അത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ അതിനെയൊക്കെ എതിർക്കുകയും അതിനെയൊക്കെ അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ BJPയേക്കാൾ ഫോളോവേഴ്സ് CJPക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ മറ്റു വശങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലുള്ളവർക്ക് ഇത്തരത്തിൽ തൊഴിലില്ലായ്മയെ കോക്രോച്ചുമായി ബന്ധപ്പെടുത്താനാകുന്നത്? ഇവരുടെയൊക്കെ സാമൂഹിക അനീതികളടക്കം നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ ഉപോൽപ്പന്നങ്ങളാണ് തൊഴിലില്ലായ്മ. അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ വലിയ പങ്കയ്ക്ക് കീഴിലിരുന്ന് നിയമ സംവിധാനത്തെ സംസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള വിരോധാഭാസങ്ങളുണ്ട്. അതൊക്കെ ഈ ആക്ഷേപഹാസ്യത്തിലൂടെ, നമ്മളുടെ കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞതുപോലെ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് അതൊക്കെ ഈ CJP പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. ശ്രീ കെ രാജേന്ദ്രൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നോർവേയിലെ ആ പ്രവർത്തകയുടെ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ നിന്നുള്ള മോദിയുടെ ഒരു ഒളിച്ചോട്ടം, അതെല്ലാം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അതെല്ലാം വലിയ വാർത്തയാണ്. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലാണ് അത് കാര്യം വലിയ വാർത്തയാകാത്തത്. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാണെന്ന് മാത്രമല്ല, ഈ നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് യൂറോപ്പിലെ എല്ലാം തന്നെ പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ കാർട്ടൂണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം നമ്മുടെ യുവജനങ്ങൾക്കിടയിലുണ്ട്. ഈ ഇന്ത്യയിലെ ചെറുപ്പക്കാരിലെ തന്നെ നല്ലൊരു വിഭാഗം നമുക്കറിയാം രാജ്യത്തിന് പുറത്താണ്. ഈ അവരുടെ വീക്ഷണത്തിലുള്ള ഇന്ത്യ, അവരുടെ വീക്ഷണത്തിലുള്ള ഈ പ്രധാനമന്ത്രി എന്നെല്ലാം പറഞ്ഞാൽ ഈ ആക്ഷേപഹാസ്യങ്ങളെല്ലാം വരുന്നതുപോലുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ യൂറോപ്പിലെല്ലാം തന്നെ കണ്ടോ, അദ്ദേഹം ഒരു ചോദ്യത്തെ പോലും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിലാണ് ഈ യൂറോപ്യൻ ജനതയെല്ലാം തന്നെ മോദിയെ കാണുന്നത്. നമ്മൾ ഈ മോദിയുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മറ്റൊന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നമ്മൾ അവർ പോലും മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ ഇപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപ് എല്ലാം തന്നെ ഏറെക്കുറെ എല്ലാ ആഴ്ചയും ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാറുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട്. നെതന്യാഹു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട്. ഈ അവരുടെ എല്ലാം ഏറ്റവും വിശ്വസനായ സുഹൃത്താണ് മോഡി. പക്ഷേ മോഡിക്ക് ഈ ചോദ്യങ്ങൾ നേരിടാൻ ഇപ്പോഴും ധൈര്യമില്ല. ഈ പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. പിന്നെ അറിയാമല്ലോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കുന്നത്, ചോദ്യങ്ങളെ നേരിടാൻ തയ്യാറല്ല, ആ ഒരു ചിന്താധാരയുണ്ട്. അതാണ് അടിസ്ഥാനപരമായിട്ട് ഉള്ളടക്കമാണ്. പക്ഷേ രാജേന്ദ്രന് ഓർമ്മയുണ്ടാവും, കാരണം താങ്കൾ ആ അർത്ഥത്തിൽ ദില്ലിയിലൊക്കെ പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് മുമ്പ് ഈ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പല ചോദ്യങ്ങളോടും വെള്ളം കുടിക്കണം, ക്യാമറ ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം തട്ടിക്കയറി ദേഷിച്ച് ആ ഇൻ്റർവ്യൂ മതിയാക്കി പോയത് നിരവധി ഉദാഹരണങ്ങൾ ആ അർത്ഥത്തിൽ മോദിയെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല അസഹിഷ്ണുത, എതിരുള്ള ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അസഹിഷ്ണുത. മാത്രമല്ല അദ്ദേഹം രണ്ടാം ടേമിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മത്സരത്തിന് 2 ടേം കഴിഞ്ഞ് മൂന്നാമത് എത്തുന്ന സമയത്താണെന്ന് തോന്നുന്നു. അതോ അതിനു മുമ്പ്, രണ്ടാമത്തെ മോദി സർക്കാരിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി. അതുപോലും
ഈ അമിത്ഷായും കൂടെ അമിത്ഷായോട് ചോദിക്കാൻ പറഞ്ഞു. അമിത്ഷായോടാണ് ചോദിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലായ്മ, അതൊരു ഫാസിസ്റ്റ് ഉള്ളടക്കത്തിൽ നിന്ന് വരുന്ന ഭയമാണ്. അതാണ് മോദിക്ക്, ഭയമാണ് മോദി. തീർച്ചയായിട്ടും. കാരണം ഈ പല ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുക, ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ദേശീയ തലത്തിലെ ഈ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഒന്ന്, ഇവിടെ BJP ഇപ്പോൾ അധികാരത്തിലേറി പശ്ചിമ ബംഗാളിലെ മദ്രസകളിൽ വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വന്ദേ മാതരം അവിടുത്തെ മദ്രസകളിൽ ചൊല്ലണമെന്ന് ഈ അവിടുത്തെ സർക്കാർ, BJP സർക്കാർ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഈ UAE ഉൾപ്പെടെയുള്ള ഈ ഇവിടുത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങളുണ്ട്. ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഒരു ദേശീയഗാനം ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഈ ഹിന്ദുമത വിശ്വാസത്തിനോട് യോജിക്കാത്ത അവിടുത്തെ യാതൊന്നും തന്നെ അവിടെ അടിച്ചേൽപ്പിക്കാറില്ല. പക്ഷെ ഒന്ന് ആലോചിക്കുക, മദ്രസകളിലെല്ലാം തന്നെ ഈ ദുർഗയെ സ്തുതിക്കുന്ന, ലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്ന ഇത്തരം വാചകങ്ങളെല്ലാം ചൊല്ലണമെന്നാണ് അവിടെ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, എത്ര ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതാണ് ഏക ലക്ഷ്യം. അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി നടക്കുന്നുണ്ട്. നമ്മളിന്ന് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്, BJP NDA ഭരിക്കുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. NDA ആണ് അവിടെ ഭരിക്കുന്നത്. ഈ NPF എന്ന പാർട്ടി, NPF എന്ന പാർട്ടിയാണ് അവിടെ അധികാരത്തിലുള്ളത്. ആ NPF എന്ന് പറയുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമാണ്. ആ സംസ്ഥാനത്ത് അവർ വന്ദേമാതരം ചൊല്ലില്ല. അങ്ങനെ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു കത്തയച്ചു നാഗാലാൻഡ് സർക്കാരിന്. അവിടെ എല്ലാ പരിപാടികളിലും ഈ വന്ദേമാതരം ചൊല്ലണം വന്നപ്പോൾ നീപിയു റിയു എന്ന അവിടുത്തെ മുഖ്യമന്ത്രി, നീപിയു റിയു എന്ന NPF നേതാവ് മാത്രമല്ല, NDA നേതാവ്, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നേതാവ് മോദിക്ക് തിരിച്ചൊരു കത്തയച്ചു. എന്താ കത്തെന്നറിയാം? ഒരു കാരണവശാലും ചൊല്ലാൻ പറ്റില്ല, അത് ഞങ്ങളുടെ സംസ്കാരത്തിനെതിരാണ്. പക്ഷേ ഒരു കാര്യം, ഈ സന്ദർഭത്തിൽ അത് യോജിച്ചതാണോ എന്നറിയില്ല എങ്കിൽ പോലും, പക്ഷേ നമ്മുടെ കേരളത്തിൽ പുതിയതായി അധികാരത്തിലേറ്റ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവൻ വന്ദേ മാതരവും ചൊല്ലിച്ചു. മാത്രമല്ല, അതിനോടുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് തനിക്കറിയില്ലെന്ന്. ഞാനതാ പറയുന്നത്, ആ നാഗാലാൻഡ് മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു ധൈര്യം. അതായത് NDAയിലെ ഘടകകക്ഷിയായ NPF എന്ന പാർട്ടിയുടെ നേതാവും നാഗാലാൻഡ് മുഖ്യമന്ത്രിയുമായ നീപിയു റിയു ഈ വിഷയത്തിൽ കാണിക്കുന്ന ധൈര്യമെങ്കിലും കേരള മുഖ്യമന്ത്രി കാണിക്കേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ വന്ദേമാതരം ഇതേ രീതിയിൽ തന്നെ ചൊല്ലാൻ അനുവദിക്കില്ല, അത് പറ്റില്ല. അത് പറഞ്ഞത് ഒരു NDA നേതാവാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ബംഗാളിൽ ഒരു നിർദ്ദേശം നൽകുകയാണ് BJP സർക്കാർ. അതായത് മദ്രസകളിൽ നിർബന്ധമായും ഈ വന്ദേമാതരത്തിലെ ഒഴിവാക്കപ്പെട്ട വരികൾ ഉൾപ്പെടെ ദുർഗാസ്തുതി, ലക്ഷ്മി സ്തുതി അതുൾപ്പെടെ ചൊല്ലണമെന്ന് പറയുന്നു. തൊട്ടപ്പുറത്തുള്ളൊരു സംസ്ഥാനമാണ് ഈ അറിയാലോ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാളിൽ നിന്ന് അധികം ദൂരമില്ല. അവിടുത്തെ ഒരു മുഖ്യമന്ത്രി NDAയുടെ നേതാവ് പറയുകയാണ്, ഇവിടെ മദ്രസകളിൽ നിന്നല്ല, ഇവിടെ എവിടെയോ ചൊല്ലാൻ അനുവദിക്കില്ല. അപ്പോൾ ഒന്ന് നോക്കുക, ഇത്തരം വൈരുദ്ധ്യങ്ങൾ. നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം, ഇന്നിപ്പോൾ നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഈ ധൈര്യവും യുക്തിയും വിവരവുമുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന നാഗാലാൻഡിൽ വന്ദേമാതരം ചൊല്ലുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് മദ്രസകൾ ഇത് ചൊല്ലാൻ നിർബന്ധിക്കുന്നു? മോദിക്ക് ഉത്തരവില്ല. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ, ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നത് പൂർണ്ണമായും തടയുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ ബദൽ സംവിധാനങ്ങളെയും ഇല്ലാതാക്കുക. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് പൂട്ടിക്കുന്നത്. അതെ, തീർച്ചയായും. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ അക്കൗണ്ട് പൂട്ടിച്ചതിന് പിന്നാലെ അവർ വീണ്ടും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രതിനിധി ഫെമിന ചേരുകയാണ്. ഫെമിന, ഈ അക്കൗണ്ട് പൂട്ടിച്ചതിന് പിന്നാലെ അടുത്ത അക്കൗണ്ട് തുറന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ ദീപ്കെ അറിയിച്ചിരിക്കുന്നത്? ഈ അക്കൗണ്ട് വിലക്കിയതിന് പിന്നാലെ അല്ലെങ്കിൽ അക്കൗണ്ട് പൂട്ടിയതിന് പിന്നാലെ പുതിയൊരു അക്കൗണ്ടുമായിട്ടാണ് ഇപ്പോൾ അഭിജിത് ദീപ്കെയുടെ നേതൃത്വത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എത്തിയിരിക്കുന്നത്. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിലാണ് എക്സിൽ, സമൂഹമാധ്യമമായിട്ടുള്ള എക്സിൽ പുതിയ അക്കൗണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളെ ഇത്തരത്തിൽ ഒരു അക്കൗണ്ട് പൂട്ടിയത് കൊണ്ട് ഇത്തരത്തിൽ കോക്രോച്ചുകളെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച
ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകളായിരുന്നു ഈ CGP ഉയർത്തിയത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേരാണ് ഇതിന് പിന്തുണയുമായി എത്തിയത്. നിരവധി പേർ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് നിരവധി റീലുകളാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം ആയിരിക്കണം ഇത്തരത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് വിലക്കാനായിട്ടുള്ള കാരണം. രണ്ടാമത്തേന്ന് പറയുന്നത് BJPയേക്കാൾ കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ദിവസങ്ങൾ കൊണ്ട് മാറി എന്ന് പറയുന്നത് BJP ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ അസ്വസ്ഥത ചെറുതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ കാലത്തെ വിപ്ലവങ്ങളെല്ലാം ഉണ്ടാകുന്നതിനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. അത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വലിയൊരു തരംഗമുണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ വളർച്ചയെ കേന്ദ്രം എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ ഈ CGP പാർട്ടിയുടെ അക്കൗണ്ട് വിലക്കിയതിലൂടെ മനസ്സിലാകുന്നത്. അതായത് യുവത്വത്തിന്റെ പ്രതിഷേധങ്ങളെ, എതിർ ശബ്ദങ്ങളെ, ഹാഷ്ടാഗുകളെ, അവരുടെ ക്യാമ്പയിനുകളെ എല്ലാം കേന്ദ്ര സർക്കാർ വലിയ ഭയത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷാ നടത്തിപ്പ് ഏജൻസി ആയിട്ടുള്ള NTA വലിയ ഒരു ചോദ്യമുനയിലാക്കുന്നതാണ്. ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് പേപ്പർ ചോർത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. CBI ഈ പരീക്ഷാ പേപ്പർ തയ്യാറാക്കിയ അധ്യാപകരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ത്യയിലെ എത്ര മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ആ ഒരു സന്ദർഭത്തിലാണ് ഇതുപോലെ യുവാക്കളിൽ നിന്ന് ഉത്ഭവം കൊണ്ട് ഒരു പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കുകയും ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ നിശബ്ദരാക്കുന്ന ഇന്ത്യയിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ്, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്ന യുവത്വത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താനുള്ളൊരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തങ്ങൾ ഇത്തരത്തിലൊരു അക്കൗണ്ട് പൂട്ടിച്ചതുകൊണ്ട് പിന്മാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ. അവസാനമായി ഒറ്റ കാര്യം, അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ കാര്യത്തിൽ, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ആരെതിർത്താലും, ഇവരുടെ നയവൈകല്യങ്ങളെ ആരെതിർത്താലും അവരൊക്കെ ദേശദ്രോഹികൾ എന്ന് പറയുന്നൊരു ശീലമാണ്. അത് യോഗി ആയാലും മോദി ആയാലും എല്ലാം കണക്കാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ളതിന് പ്രതീകമായി ഇപ്പോൾ ധ്രുവ് റാത്തോഡിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഒരു മൂവ്മെൻറ്റായി ഇത് ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിലും ഇവർക്ക് അസ്വസ്ഥത. തെരുവിലിറങ്ങി സമരം ചെയ്താൽ രാജ്യദ്രോഹം, വാർത്ത എഴുതിയാൽ അത് രാജ്യദ്രോഹം. ഇപ്പോൾ ഇതാ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ്, നിരോധിച്ചേ മതിയാകൂ അത്രേ. രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്താ, നിരോധിക്കപ്പെട്ടതാണോ? ഭരണഘടന പ്രകാരം അത് അവകാശമല്ലേ? അതെ, തീർച്ചയായും കേന്ദ്ര സർക്കാരിനെതിരെ എതിർ ശബ്ദം ഉയർത്തുന്ന എല്ലാവർക്കും ഇതുപോലെ ടാഗുകൾ കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു സർക്കാരാണ് നമ്മുടേത് എന്നുള്ളതാണ്. നേരത്തെ കർഷക സമരം നടത്തുന്ന അല്ലെങ്കിൽ നോയിഡയിൽ സമരം നടത്തിയ തൊഴിലാളികളെയെല്ലാം തീവ്രവാദികൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. സർക്കാരിനെതിരെ വിമർശിക്കുന്നവർ അർബൻ നക്സലുകളാകുന്ന ആക്ടിവിസ്റ്റുകളെല്ലാം ദേശദ്രോഹികളാകുന്ന ഒരു കാലമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ശബ്ദമുയർത്തുന്ന യുവത്വത്തെയും ഭയത്തോടെ തന്നെയാണ്. തീർച്ചയായും ഫെമിന, ശ്രീ കെ രാജേന്ദ്രനിലേക്ക് ശ്രീ രാജേന്ദ്രൻ, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സമീപനമാണുള്ളത്. പക്ഷേ അതിനെ അതിജീവിക്കാനും അതിനെ എതിർക്കാനും ഒരു പുതിയ കൂട്ടായ്മ രൂപം കൊള്ളുന്നു. അപ്പോൾ ആക്ഷേപഹാസ്യത്തെ പോലും സഹിക്കാൻ ഇവർക്കാകുന്നില്ല. അത് പറഞ്ഞിട്ട് പൂട്ടുന്നു. മറ്റുള്ളതൊക്കെ രാജ്യദ്രോഹം പറഞ്ഞ് പൂട്ടും, സമരങ്ങളെയൊക്കെ. ഇത് ആക്ഷേപഹാസ്യമാണെന്ന് പറഞ്ഞ് പൂട്ടും. ഇക്കണക്കിന് ഇവർ അധികാരത്തിൽ കൂടുതൽ ശക്തിയോടെ അധികാരത്തിൽ വന്നാൽ കുഞ്ചൻ നമ്പ്യാരെ പോലും വിലക്കും. കുഞ്ചൻ നമ്പ്യാരും ആക്ഷേപഹാസ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള അതിശക്തമായ നടപടികൾ കൈക്കൊണ്ട് ഒരുപാട് പ്രമുഖരായ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കുൽദീപ് നയ്യാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ, പ്രമുഖരായ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ജയിലിലടച്ചു, സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അന്ന് ഇതിനൊക്കെതിരെ വളരെ ഉച്ചത്തിൽ ശബ്ദിച്ചിരുന്നവരാണ് ഇന്നത്തെ പല BJP നേതാക്കളും. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് LK അദ്വാനിയെല്ലാം എത്ര ഉറക്കെയാണ് അവർ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ കിടന്നു. അതെ, അദ്വാനിയാണ് പറഞ്ഞത്. അതെ, അങ്ങനെയുള്ള മാത്രമല്ല ഇന്നത്തെ പല പ്രമുഖരായ BJP നേതാക്കളും സ്വയം അവകാശപ്പെടുന്നത്
ഞങ്ങളെല്ലാം തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ ആ പോരാട്ടങ്ങളുടെ സൃഷ്ടിയാണെന്നാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ആ ഒരു പോരാട്ടം നടത്തിയതാണ്. ആ പോരാട്ടത്തിലൂടെയാണ് ഞങ്ങളെല്ലാം തന്നെ പൊതുരംഗത്തേക്ക് വളർന്നു വന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥയില്ല, ഇപ്പോൾ രാജ്യത്തൊരു പ്രഖ്യാപിതമായൊരു അടിയന്തരാവസ്ഥയില്ല. പക്ഷേ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ അതൊരു പ്രധാനപ്പെട്ടൊരു കുറച്ചുകൂടി അപകടകരമായൊരു കാര്യം പറഞ്ഞാൽ ഇതൊരു മതത്തിൻ്റെ കൂടി ഒരു മുഖത്തോടു കൂടിയാണ്. മതമാണ് ഈ ഒരു അവരുടെ ഒരു വളർച്ചയ്ക്കുള്ള ആയുധമാക്കി മാറ്റുന്നത്. ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിമർശനങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം ഭയമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മൾ ആ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യം തന്നെ നോക്കുക. അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് എല്ലാം എത്തുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. ഈ ഡൊണാൾഡ് ട്രംപ് പരസ്യമായി അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതാണ്. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ പറയുന്നതേ ചെയ്യൂ, കാരണം അദ്ദേഹത്തിനെതിരായ പല കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട്. ഈ റാം മാധവ് എന്ന RSSൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹം BJPയുടെ കൂടി പ്രമുഖനായ നേതാവ്, അദ്ദേഹം അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എന്താണ് അമേരിക്ക ആവശ്യപ്പെട്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു, എന്നിട്ട് പോലും അമേരിക്ക ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്നില്ല. അതിൻ്റെ ആദ്യ ഭാഗം എന്താണ് അമേരിക്ക ആവശ്യപ്പെട്ടത് ഞങ്ങൾ ചെയ്തു കൊടുത്തു. യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു RSSൻ്റെ BJPയുടെ പ്രമുഖനായ നേതാവ് പറയുകയാണ്. മാത്രമല്ല ഈ റാം മാധവ് അത് പിൻവലിച്ച് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ആദ്യമായിട്ടാണ്. അതായത് റാം മാധവ് ഈ സത്യം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമെല്ലാം എന്തായിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞതൊരു സത്യമാണ്. എന്താണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക എന്താണ് ആവശ്യപ്പെടുന്നത് അത് അധികം അങ്ങനെ അക്കമിട്ട് നിരത്തി പറയരുത്. 1, 2, 3 അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു, എന്നിട്ട് പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, തിരിച്ചൊരു സഹായവും ഉണ്ടായില്ല. ഇത് പറഞ്ഞ അദ്ദേഹത്തിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് അത് തിരുത്തേണ്ടി വന്നു. ഇതാണ് ഒരു RSSകാരനായ ഒരു നേതാവിൻ്റെ ഇന്ത്യയിലൊരു അവസ്ഥ. ഇതാണെങ്കിൽ എന്തായിരിക്കും ഈ കോക്രോച്ചുകളുടെ അവസ്ഥ? നമ്മൾ ഇതിന് ആ രീതിയിൽ കണ്ടാൽ മതി. അതാണ് എന്തായാലും കോക്രോച്ചുകളോട് ഇത്രയും ക്രോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ സാരം നമുക്ക് പിടികിട്ടും. പക്ഷേ എങ്കിൽ പോലും ഈ അർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ നീങ്ങാനാകുമോ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇത്തരത്തിൽ ദേശീയതയുടെ പ്രച്ഛന്ന വേഷമുണ്ട്. അത് രാജേന്ദ്രൻ സൂചിപ്പിച്ചു. അത് ജയപ്രകാശ് നാരായണൻ പണ്ട് പറഞ്ഞതാണ്, പ്രച്ഛന്ന വേഷത്തിലാണ് വരുന്നത് കൂടുതൽ അപകടകരമാണെന്ന്. അപ്പോൾ ഈ അസഹിഷ്ണുതയും ഈ ഫാസിസ്റ്റ് സമീപനവും ആ അർത്ഥത്തിൽ ദേശീയതയുടെ മേമ്പൊടിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടത്തെ സംബന്ധിച്ചുകൂടി ഈ ഘട്ടത്തിൽ ഈ അസഹിഷ്ണുതയെ സൂചിപ്പിക്കേണ്ടതുണ്ട്.